ഇന്ന് ഉച്ചത്തേക്കുള്ള ഫുഡൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നേ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഉച്ചത്തേക്കൊന്നും തയ്യാറാക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡാണ് ഈ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ എളുപ്പമല്ലേ. അത് കാരണം ഞാൻ ചിക്കൻ കറിയാണ് തയ്യാറാക്കിയത് കേട്ടോ. ചിക്കനും അതുപോലെ തന്നെ ഗാർലിക് നാനുമാണ് തയ്യാറാക്കുന്നത്. ചിക്കൻ ഞാൻ തയ്യാറാക്കി മാറ്റി വെച്ചതിന് ശേഷം ഗാർലിക് നാന് വേണ്ടിയിട്ട് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. മൈദയ്ക്ക് അകത്തേക്ക് ഞാൻ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് തൈര് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അത് നന്നായി സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു മിനിമം 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ. ഞാനപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം നേരെ ഫംഗ്ഷന് പോയി കേട്ടോ. ഫംഗ്ഷന് പോയി തിരിച്ചു വരുമ്പോൾ ഇതാ ശിഖക്കുട്ടിയും അതുപോലെ തന്നെ ശ്രീകുട്ടനും നേഹയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേഹ നല്ല ഉറക്കമായിരുന്നു. ശ്രീകുട്ടനും ശിഖക്കുട്ടിയും കൂടെ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും മാവ് റെഡി ആയിട്ടുണ്ടായിരുന്നേ. ഇതാ ഇതുപോലെ ആവും കേട്ടോ. നല്ല സോഫ്റ്റ് ആയതാ ഇതുപോലെ വലിഞ്ഞു വരുന്ന പാകത്തിന് ആവുമേ. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ചെറിയ ഉരുളകളാക്കി പരത്തുക. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ മൈദ യൂസ് ചെയ്തിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അതിനുശേഷം ചെറിയ പീസുകളാക്കിയ ഗാർലിക്കും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഇതിൻ്റെ പുറത്തിട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് പരത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റ്സ്. അതിനുശേഷം നേരെ ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇത് കുക്ക് ചെയ്തെടുത്ത് കേട്ടോ. കുക്ക് ചെയ്തെടുത്ത് അതേ ചൂടിൽ തന്നെയാണ് ഞാൻ ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നല്ല ചിക്കൻ കറിയും ഞാനും കൂടി ഒരുമിച്ച് കുട്ടികൾക്ക് കൊടുക്കുവാണ് കേട്ടോ. ചിക്കൻ കറിക്ക് നല്ല എരി ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ എരി കുറച്ചാണ് തയ്യാറാക്കി. കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുവാണെങ്കിൽ ശ്രീകുട്ടനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.